വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിക്കുന്ന ഓരോ മലയാളി പ്രവാസിയുടെയും പെട്ടികളിൽ നിറയെ സ്നേഹത്തിന്റെ സമ്മാനങ്ങളുണ്ടാകും. മക്കൾക്കും ബന്ധുവീട്ടിലെ കുട്ടികൾക്കുമായി വാങ്ങിക്കൂട്ടുന്ന കളിപ്പാട്ടങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും. ഗൾഫ് നാടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ആകർഷകങ്ങളായ കളിക്കോപ്പുകൾ കാണുമ്പോൾ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി കാണാനാണ് ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം ഏറെ ആഗ്രഹത്തോടെയും സന്തോഷത്തോടെയും വാങ്ങി നൽകുന്ന ഈ സമ്മാനങ്ങൾ നമ്മുടെ കുരുന്നുകളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കാം എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തിടെ യുഎയിലെ ഷാർജയിൽ 5 വയസ്സുകാരനായ ഒരു ബാലന്റെ ജീവൻ അപകടത്തിലാക്കിയ സംഭവം കേവലം ഒറ്റപ്പെട്ട ഒരു വാർത്തയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ആ കുട്ടിയുടെ കുടലിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് 52 കാന്തങ്ങളടങ്ങിയ മുത്തുകളായിരുന്നു എന്നത് ഈ വിപത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ആധുനിക കളിപ്പാട്ട വിപണിയിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് കാന്തിക ബിൽഡിംഗ് കിറ്റുകളും പല നിറങ്ങളിലുള്ള ചെറിയ കാന്തിക ബോളുകളും. ഇവയിൽ ഭൂരിഭാഗത്തിലും ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ കാന്തങ്ങളല്ല, മറിച്ച് അത്യധ്വാദമുള്ള നിയോഡൈമിയം കാന്തങ്ങളാണ്. സാധാരണ കാന്തങ്ങളെക്കാൾ 10 ഇരട്ടിയിലധികം ശക്തിയുള്ള ഇവ വലിപ്പത്തിൽ വളരെ ചെറുതുമാണ്. മുത്തുകൾ പോലെയോ ചെറിയ മിഠായികൾ പോലെയോ തോന്നിക്കുന്ന ഇവ കുട്ടികൾ കളിക്കിടെ അബദ്ധത്തിൽ വിഴുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാഴ്ചയിൽ നിരപരാധികളെന്ന് തോന്നിക്കുന്ന ഈ തിളങ്ങുന്ന മുത്തുകൾ ശരീരത്തിനുള്ളിൽ എത്തിയാലുണ്ടാകുന്ന വിപത്ത് വിവരണാതീതമാണ്. നാണയങ്ങളോ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളോ കുട്ടികൾ വിഴുങ്ങുന്നതുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം മറ്റു വസ്തുക്കൾ സ്വാഭാവിക പ്രക്രിയയിലൂടെ മലത്തോടൊപ്പം പുറത്തു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ കാന്തങ്ങൾ ശരീരത്തിനുള്ളിൽ സൃഷ്ടിക്കുന്നത് തികച്ചും വ്യത്യസ്തവും സങ്കീർണവുമായ സാഹചര്യമാണ്. കുട്ടി ഒരു കാന്തം മാത്രമാണ് വിഴുങ്ങുന്നതെങ്കിൽ അത് പലപ്പോഴും വലിയ അപകടമില്ലാതെ ദഹന വ്യവസ്ഥയിലൂടെ പുറത്തു പോയേക്കാം. എന്നാൽ ഒന്നിലധികം കാന്തങ്ങൾ അല്ലെങ്കിൽ ഒരു കാന്തവും അതോടൊപ്പം എന്തെങ്കിലും ഇരുമ്പ് കഷണവും ശരീരത്തിനുള്ളിൽ എത്തിയാൽ കഥ മാറുകയാണ്. ദഹന വ്യവസ്ഥയിലൂടെ ഇവ സഞ്ചരിക്കുമ്പോൾ കുടലിലെ വ്യത്യസ്ത ഭാഗങ്ങളിലായി നിലകൊള്ളുന്ന ഈ കാന്തങ്ങൾ പരസ്പരം ശക്തമായി ആകർഷിക്കാൻ തുടങ്ങും. കുടലിന്റെ ഭിത്തികളെ നടുവിലാക്കിക്കൊണ്ടാണ് ഈ കാന്തങ്ങൾ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നത്. ഈ ശക്തമായ ആകർഷണം മൂലം കുടലിന്റെ ആ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം പൂർണ്ണമായും തടസ്സപ്പെടുന്നു. ദിവസങ്ങൾക്കുള്ളിൽ രക്തയോട്ടം നിലച്ച കുടലിന്റെ കോശങ്ങൾ നശിക്കുകയും അവിടെ വലിയ ദ്വാരങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് ആന്തരിക രക്തസ്രാവത്തിനും ഗുരുതരമായ അണുബാധയ്ക്കും വഴിതെളിക്കും. ശരീരത്തിനുള്ളിൽ വിഷാംശം പടരുന്ന ഈ അവസ്ഥ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ കുട്ടിയുടെ മരണം വരെ സംഭവിക്കാവുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംജാതമാകുന്നത്. ഈ കാന്തിക കളിപ്പാട്ടങ്ങൾ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവ ശരീരത്തിനുള്ളിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നതാണ്. കുട്ടി കാന്തം വിഴുങ്ങിയ ഉടനെ ശ്വാസമുട്ടലോ മറ്റ് അസ്വസ്ഥതകളോ പ്രകടിപ്പിച്ചെന്ന് വരില്ല. ദിവസങ്ങൾക്ക് ശേഷം സാധാരണയുണ്ടാകാറുള്ള വയറുവേദന, ഛർദി അല്ലെങ്കിൽ പനി പോലെയുള്ള ലക്ഷണങ്ങളാകും കുട്ടി കാണിക്കുക. മാതാപിതാക്കൾ ഇത് സാധാരണ ഗ്യാസ് പ്രോബ്ലമോ അല്ലെങ്കിൽ ഭക്ഷണത്തിലെ വ്യതിയാനം മൂലമുള്ള അസ്വസ്ഥതയോ ആയി കരുതി നിസ്സാരവൽക്കരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കൃത്യമായ എക്സ്റേ പരിശോധനകളിലൂടെ മാത്രമേ കാന്തങ്ങൾ കുടലിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്താൻ സാധിക്കൂ. അപ്പോഴേക്കും കുടലിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഷാർജയിലെ സംഭവത്തിലും അടിയന്തര ശസ്ത്രക്രിയയിലൂടെ മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചത്. ഇത്തരം സങ്കീർണ ശസ്ത്രക്രിയകൾ കുട്ടിയുടെ ഭാവി ആരോഗ്യത്തെയും ദഹന പ്രക്രിയയെയും ദീർഘകാലത്തേക്ക് ബാധിച്ചേക്കാം. പ്രവാസ ലോകത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മക്കൾക്കായി വാങ്ങുന്ന സമ്മാനങ്ങൾ അവരുടെ ജീവനെടുക്കുന്ന ഒന്നായി മാറരുത് എന്ന് ഓരോ മാതാപിതാക്കളും ഉറപ്പുവരുത്തണം. കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ പാക്കറ്റുകളിൽ നൽകിയിരിക്കുന്ന പ്രായപരിധിയും സുരക്ഷാ നിർദ്ദേശങ്ങളും കർശനമായി വായിച്ച് മനസ്സിലാക്കുക. ചെറിയ കാന്തിക ബോളുകൾ അടങ്ങിയ കളിക്കോപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇതിനുള്ള ഏക മാർഗം. കുട്ടികളുടെ സർഗാത്മകത വളർത്താൻ കാന്തങ്ങൾക്ക് പകരമായി സുരക്ഷിതമായ മറ്റ് നിരവധി പസിലുകളും നിർമ്മാണ കളിപ്പാട്ടങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാകരുത്. സമ്മാനങ്ങളുടെ തിളക്കത്തേക്കാൾ പ്രധാനം നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വമാണെന്ന ബോധ്യം ഓരോ പ്രവാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.